ലീഗ് നേതാക്കളുമായുള്ള അൻവറിന്റെ കൂടിക്കാഴ്ചകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പി.വി. അൻവർ എത്തുക? അല്പസമയത്തിനുള്ളിൽ തന്നെ പി.വി. അൻവർ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഞാനിപ്പോൾ നിൽക്കുന്ന കാരത്തോടുള്ള ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരും. ഇവിടെ വെച്ചാണ് കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അൻവർ നടത്തിയ പ്രസ്താവന തന്നെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു, ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചിരുന്നു എന്ന ആ ആരോപണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുമതല കൂടിയുള്ള മുതിർന്ന നേതാവായിട്ടുള്ള AP അനിൽകുമാറിന്റെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള പ്രതികരണം പുറത്തു വന്നിരുന്നത്. ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ CPM-ന്റെ റോൾ എടുക്കരുത് എന്നുള്ളതായിരുന്നു അൻവറിനെതിരെ AP അനിൽകുമാർ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന്റെ അറിവോട് കൂടിയുള്ള ഒരു പ്രതികരണമായി തന്നെ അനിൽകുമാറിന്റെ ആ ഒരു അഭിപ്രായത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. മിതമായ സംസാരിക്കുന്ന അനിൽകുമാർ ഉചിതമല്ലാത്തതായിരുന്നു അൻവറിന്റെ പ്രതികരണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. നേതൃത്വത്തോട് സ്വാഭാവികമായിട്ട് അൻവറിന് സംസാരിക്കുമായിരുന്നു. എന്തിനാണ് അത്തരം ഒരു പരസ്യ പ്രതികരണത്തിന് അൻവർ തയ്യാറായത് എന്നുള്ളതായിരുന്നു അനിൽകുമാർ ചോദിച്ചത്. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് അടങ്ങുന്ന കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന UDF-ന്റെ നേതാക്കൾ നിലമ്പൂരിൽ യോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു യോഗത്തിൽ ബഷീർ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ ആ ഒരു വിഷയം മാത്രമല്ല മറ്റു പല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം അതും ചർച്ച ചെയ്തേക്കാം എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ തന്നെ UDF-ഉമായിട്ട് സഹകരിപ്പിക്കാം എന്നുള്ളത് അൻവറിനോട് വാക്കു പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് അൻവർ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അൻവറിന്റെ ആഗ്രഹമെന്ന് അറിയില്ല എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നേതൃത്വത്തിന്റെ അറിവോടുകൂടി അനിൽകുമാർ ഇത്തരമൊരു അഭിപ്രായം പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അൻവർ നടത്തിയ പ്രസ്താവനയിൽ വലിയ അതൃപ്തി കോൺഗ്രസിലുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയായി തന്നെ അനിൽകുമാറിന്റെ വാക്കുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണുന്നത്. വിശേഷം ഈ ഒരു കൂടിക്കാഴ്ച അൻവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന നിലപാടാണ്. ആദ്യഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗ് അത് പറയുന്നതാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രചാരണ പരിപാടികൾ ആദ്യഘട്ടം മുതൽ ആരംഭിച്ചത് മുസ്ലിം ലീഗാണ്. നമ്മളത് കണ്ടതാണ്. ചുവരെഴുത്തൊക്കെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആ ലീഗ് ആരംഭിച്ചതാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വലിയ പ്രചാരണ പരിപാടികളുമായി ലീഗ് രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പി.വി. അൻവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ശക്തമായ മഴ ഈ ഒരു മേഖലയിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു മേഖലയിലോട്ട് നിൽക്കാമെന്ന് തോന്നുന്നു. ആ രീതിയിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരു തരത്തിലുള്ള വിള്ളലും വീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജയ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പി.കെ. കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം PMA സലാമും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഴയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പ്രതികരണം ചോദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇന്നലത്തെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം പ്രതികരിച്ച അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിട്ട നേതാക്കളിൽ ഒരാളാണ് ചുവന്ന കുടചൂടി വരുന്നത്. ഇപ്പോൾ PMA സലാം കൂടി എത്തിയിരിക്കുകയാണ്. PMA സലാമും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും അടക്കം ലീഗിന്റെ ഒരു പൊതു താല്പര്യം അൻവർ ഘടകകക്ഷിയായി വരട്ടെ, തൃണമൂൽ കോൺഗ്രസ് ഘടകകക്ഷിയായിട്ട് വരട്ടെ, അതുകൊണ്ട് നേട്ടമേ ഉണ്ടാകൂ എന്നത് തന്നെയല്ലേ മുബഷീർ? ഔദ്യോഗികമായിട്ട് അത്തരമൊരു ആവശ്യമൊന്നും തന്നെ മുസ്ലിം ലീഗ് UDF-ന് മുന്നിൽ കോൺഗ്രസിന് മുന്നിൽ വെച്ചിട്ടില്ല. വിശേഷം കോൺഗ്രസ്സാണ് ഇക്കാര്യത്തിൽ ആത്യന്തികമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത്, അഭിപ്രായം പറയേണ്ടത്. ഇക്കാര്യത്തിലൊരു നിർദ്ദേശമൊന്നും തന്നെ മുസ്ലിം ലീഗ് വെച്ചിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നിലമ്പൂർ നിയോജക മണ്ഡലം കൈവിട്ടൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത്. വിശേഷം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിനെ പോലെ VV പ്രകാശിനെ പോലെയുള്ള ആളുകളുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നൊരു മണ്ണ് ഒരു കാരണവശാലും UDF കൈവിടാൻ സാധിക്കില്ല. UDF-ന് അനുകൂലമായൊരു സാഹചര്യം അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും രാജിവെച്ച MLA എന്ന നിലയിൽ പി.വി. അൻവറിന് സ്വാധീനമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വോട്ട് ചോരാനുള്ള സാധ്യത നിലവിലെ തർക്കങ്ങൾ വഴിവെക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ഘടകകക്ഷിയായി എടുക്കണമെന്നൊരു താല്പര്യമൊന്നും തന്നെ ലീഗ് ഇതുവരെ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. പക്ഷേ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ തർക്കങ്ങളുമില്ലാതെ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിൽ പി.വി. അൻവറിന്റെ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിലുള്ളത്. എന്തായാലും നേരത്തെ തന്നെ PMA സലാബ്, സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പി.വി. അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാട് പറഞ്ഞതാണ്. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ തലത്തിലെടുക്കേണ്ട തീരുമാനമാണെന്ന് കുഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് UDF നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അൻവറിന് UDF-ഉമായിട്ട് സഹകരിക്കാം, ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാം, UDF അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്.